നാദേന്ദ്രിയം രചന ദക്ഷ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സി എന്ന് ഊഞ്ഞേരി. കണ്ണുനീർ പതിഞ്ഞു പതിഞ്ഞ് പശ തീർത്ത കൺപോളകൾ ചിമ്മി തുറക്കാൻ ശ്രമിച്ചപ്പോൾ അവളുടെ മുഖത്ത് വേദനയും ക്ഷീണവും നിറഞ്ഞ ചുളിവ് പടർന്നു. വിശ്രമം ഉറക്കമില്ലാതെയാണ് ഈ നിലയിലായതെന്ന് തെളിയിക്കുന്ന പോലെ അവളുടെ കാഴ്ച മങ്ങളോടെ മുന്നോട്ട് നോക്കി നിശബ്ദമായി വിങ്ങി. കണ്ണുകൾക്കും പുരികത്തിനും ഇടയിലായി വേദന കുത്തിയിറങ്ങുമ്പോൾ അവൾ വലിച്ചു തുറന്ന മിഴികൾ അതിലും വേഗതയിൽ അടഞ്ഞുപോയി. നിശബ്ദമായ ഒരു പ്രക്ഷോഭം പോലെ അവളിൽ നടക്കുന്ന കണ്ടാൽ ഓരോ നീക്കത്തിനു പിന്നിലും ഒളിഞ്ഞത് വേദനയുടെ ഒരു പൂർണ്ണമായ കഥയാണെന്നത് വ്യക്തമായി തോന്നും. തലേ ദിവസത്തെ ഓർമ്മകൾ അപ്രതീക്ഷിതമായി വീണ്ടും മനസ്സിന്റെ നടുവിൽ വിള്ളൽ വീഴ്ത്തി കടന്നു പോകുമ്പോൾ അവൾക്കതിനെ ഒഴിവാക്കാനാവില്ലെന്ന് വ്യക്തമായി മനസ്സിലായി. ഓരോ ഓർമ്മയും വേദനയുടെ വെട്ടിയഴികൾ പോലെ അവളുടെ ഹൃദയം കുത്തി പിളർത്തുകയായിരുന്നു. നിന്നുപോയ സംഭാഷണങ്ങൾ, മറുപടി കിട്ടാതിരുന്ന ചോദ്യങ്ങൾ, കടന്നുപോയ നോവുകൾ എല്ലാം ഭിത്തിയിൽ ചാരിയിരുന്ന എപ്പോഴും ഉറങ്ങിപ്പോയ അവളുടെ മനസ്സിൽ പതിയെ ഒഴുകി തുടങ്ങി. ഒരു ഉഷ്ണക്കാറ്റ് പോലെ പൊലിഞ്ഞുപോയ ഓർമ്മകൾ ഓരോന്നായി മനസ്സിൽ വീണ്ടും വന്ന് നിറയുമ്പോൾ അവൾ ഓരോ തവണ അതിന്റെ ചുട്ടുപഴുത്ത ചൂടിൽ വെന്തുരുകിക്കൊണ്ടിരുന്നു. കഴിഞ്ഞുപോയ നിമിഷങ്ങളിലെ കാഴ്ചകൾ നിലക്കാതെ വീണ്ടും വീണ്ടും കണ്ണുകളിലൂടെ കടന്നു പോകുമ്പോൾ അവൾ കണ്ണുകൾ എത്ര തന്നെ ഇറുകി അടച്ചിട്ട് രക്ഷപ്പെടാൻ സാധിച്ചില്ല. കണ്ണുകൾ അടക്കുമ്പോൾ പോലും മനസ്സിന്റെ അറയിൽ എവിടെയോ കഠിനതയോടെ ആ സ്മൃതികൾ പതിഞ്ഞിരിക്കുന്നു എന്ന യാഥാർത്ഥ്യം അവളിൽ നോവ് പടർത്തി. പെട്ടെന്ന് അവൾ എന്തോ ഓർമ്മയിലേക്ക് ഇരച്ചെത്തിയതുപോലെ ഇറുക്കി അടച്ച കണ്ണുകൾ മിഴിച്ചു തുറന്നു. മുറിയിലേക്ക് പ്രകാശം വിരുന്നെത്തിയിട്ടില്ല. അതിപ്പോഴും അവിടെ ഇരുണ്ടുമറിഞ്ഞ മനം പോലെ തന്നെ ഇരുട്ടുമൂടി കിടക്കുന്നു എന്ന് കണ്ടതും അവൾ താഴെ നിന്ന് പിടഞ്ഞെഴുന്നേറ്റ് ലൈറ്റിട്ടു. കണ്ണുകൾ ഭിത്തിയിലെ ചെറിയ ക്ലോക്കിലേക്ക് പോയതും അവളുടെ കണ്ണു മിഴിഞ്ഞു. സമയം 5 മണിയോട് അടുക്കുന്നതെന്ന് കണ്ടതും അവൾ ഒന്നും ചിന്തിക്കാതെ വേഗം അടഞ്ഞിടുന്ന വാതിന്റെ സാക്ഷ്യം മാറ്റി അത് വലിച്ചു തുറക്കാൻ ശ്രമിച്ചു. എന്നാൽ അവൾ അവിടെ അവർ തോൽപ്പിച്ചു. താൻ എത്ര ശ്രമിച്ചിട്ടും തുറക്കാൻ കഴിയാവെന്നും അവൾക്ക് മനസ്സിലായി. അത് പുറത്തുനിന്ന് പൂട്ടിയിട്ടുണ്ടെന്ന്. അവൾ തളർച്ചയോടെ താഴേക്ക് ഊർന്നിരുന്നു പോയി. രക്ഷപ്പെടാനുള്ള അവസാന വഴിയും തനിക്ക് മുന്നിൽ അവർ കൊട്ടിയടച്ചിരിക്കുന്നു. ഇനി എങ്ങനെ ഇതിൽ നിന്ന് രക്ഷ നേടുന്നറിയാതെ അവൾ മിഴിനീർ വാർന്നു. ഈ വീട്ടിലൊരു മൂലയിൽ അവനുണ്ട്. എന്നിട്ട് കൂടി അവനിലേക്ക് എത്താൻ കഴിയാതെ പോകുന്നവർക്ക് അവൾ നന്നേ തളർന്നു. ഇല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് നീലിയെ നീട്ടി വിളിച്ച് വരുന്നല്ലേ, എന്തേന്ന് വന്നില്ല, ഇങ്ങനെ ഒരുപാടുള്ള കാര്യം എന്തേ ഓർത്തില്ല. അവളുടെ മനസ്സ് അവനോട് പരിഭവിച്ചു. വിതുമ്പി വിറക്കുന്ന ചുണ്ടുകൾ അടക്കാൻ അവൾ പാടുപെട്ടു. മറന്നുപോയി, ഇങ്ങനെ 2 ജന്മങ്ങൾ ഇവിടെയുള്ള കാര്യം മറന്നുപോയി. അവളുടെ മനസ്സ് കുഞ്ഞിനെ പോലെ അവനോട് പരിഭവിച്ചുകൊണ്ടേയിരുന്നു. അല്പസമയം കഴിഞ്ഞതും വാതിൽ തുറക്കുന്നറിഞ്ഞ് അവൾ താഴെന്ന് പിടഞ്ഞെഴുന്നേറ്റ് വാതിൽ തുറന്നു. പുറത്തേക്ക് കുതിക്കാൻ ഒരുങ്ങിയവളെ അതിനുള്ളിലേക്ക് തന്നെ തള്ളിയിട്ടുകൊണ്ട് നന്ദിക്ക് വാതിലടച്ച് കുറ്റിയിട്ടു. എങ്ങോട്ടാടി ചാടി ഓടി? നിന്റെ മറ്റവനെ കാണാനോ? ആറ് ചുണ്ടിൽ വിരിഞ്ഞ പുച്ഛത്തോടെ അവൾ നോക്കി ചോദിച്ചു. അവൾ അവരിൽ നിന്ന് വെറുപ്പോടെ മുഖം വെട്ടിച്ച് മാറ്റി. നീ എത്ര വെറുപ്പ് കാട്ടിയിട്ട് ഒരു കാര്യമില്ല. നിന്റെ ദേഷ്യവും വെറുപ്പും പോലെ ഇവിടെ ആർക്കും ഒരു പ്രശ്നമില്ല. നിന്നെ ഇങ്ങനെ ഒരു അവസ്ഥയിൽ ഇത്ര പെട്ടെന്ന് കാണാൻ പറ്റുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല. എന്തായാലും എന്റെ അമ്മായിയച്ഛൻ തന്നെ അതിന് മുൻകൈ എടുത്തതിൽ എനിക്ക് സന്തോഷമുണ്ട്. ആറ് മുന്നിൽ നിൽക്കുന്നവൾ നോക്കി പുച്ഛ നിറഞ്ഞ ചിരിയോടെ പറഞ്ഞു. ഇനി എന്തിനാ അതിനകത്തിട്ട് പൂട്ടിയേക്കണ്? നീക്ക് പുറത്തു പോകണം. ആളാരെ ഇഷ്ടക്കേടോടെ നോക്കി പറഞ്ഞു. തൽക്കാലം നീ ഇപ്പൊ ഇതിനകത്തൊന്നും പോകണ്ട. നിന്റെ തമ്പുരാൻ കുഞ്ഞ് പോയിട്ട് നമുക്ക് ഇതിന്ന് പുറത്തിറങ്ങാം. ഇല്ലെങ്കിൽ ചിലപ്പോ നിനക്ക് അവനെ കാണാനും സങ്കടം പറയാനൊക്കെ തോന്നിപ്പോവും. നന്ദകി അവളെ നോക്കാതെ പറഞ്ഞുകൊണ്ട് ഒരു കസേര വലിച്ചിട്ട് അതിലായിരുന്നു. കുറച്ച് കഴിയുമ്പോൾ അവൻ പെട്ടിയും കിടക്കെടുത്ത് ഇറങ്ങും. അപ്പൊ നിനക്ക് ഇതിൽ നിന്ന് പുറത്തിറക്കാം. അവൻ പടിയിറങ്ങി പോകുന്നവരെ തൽക്കാലം നീ ഇതിനകത്ത് ഇരിക്കും. അല്ലെങ്കിൽ അതിന്റെ ദേഷ്യം ഒരിക്കലും നിനക്കായിരിക്കില്ല. ദോ ആ കിടക്കുന്നതിന് നേർക്കായും വന്ന് വീഴ. ഞാൻ പറഞ്ഞില്ല എന്ന് വേണ്ട. ആർ ചുണ്ടുകൂട്ടിക്കൊണ്ട് പറഞ്ഞു. അവൾ അവരെ ദയനീയമായി നോക്കി. ഇങ്ങനെ നോക്കിയാണെന്ന് അലിഞ്ഞു പോകുന്ന മനസ്സല്ലേ ഈ നന്ദയ്ക്കുള്ളു. ഇതിലും ദയനീയമായ നോട്ടം ഞാൻ പലർക്ക് നേരെ നോക്കിയിട്ടുണ്ട്. എന്നിട്ട് എന്നോട് ആരും ഇക്കാലത്തൊരു ഒരു ദയവും കാട്ടിയിട്ടില്ല. അതുകൊണ്ടായിരിക്കും കാലം ചെല്ലുന്തോറും പയ്യെ പയ്യ വികാരം എന്നിൽ നിന്നും പൂർണ്ണമായി നഷ്ടപ്പെട്ടു പോയത്. ആർ മനസ്സിനെ ചുട്ടുപൊള്ളിക്കുന്ന ഏതോർമ്മയിൽപ്പെട്ടപ്പോൾ അവളോട് പറഞ്ഞു. അവളൊന്നും മനസ്സിലാവാത്തപ്പോൾ അവരെ മുഖം ചുളിച്ച് നോക്കി നിന്നു. എന്നെ ഇങ്ങനെ ദ്രോഹിക്കാൻ മാത്രം ഞാൻ നിങ്ങളോടൊന്നും ചെയ്തിട്ടില്ല. പറയുകയാണെങ്കിൽ ഞാൻ ഈ കുടുംബത്തിലുള്ളതേ അല്ല. എന്നിട്ടും എന്നെ എന്തിനാ ഇങ്ങനെ കണ്ണീര് കുടിപ്പിക്കണ്? അവൾ അവരെ നോക്കി വേദനയോടെ ചോദിച്ചു. അതിനവരൊന്ന് മനോഹരമായി പുഞ്ചിരിച്ചു. ഇതിനുള്ള ഉത്തരം ഞാൻ എനിക്ക് നേരത്തെ തന്നതാ. ഒരിക്കൽ കൂടി ആവർത്തിക്കാൻ എനിക്ക് താല്പര്യമില്ല. ഇത്രയ്ക്ക് വെറുപ്പ് കാണിക്കാൻ ആ മനുഷ്യൻ നിങ്ങളോട് എന്താ ചെയ്ത്? അവൾ അവരുടെ കണ്ണിൽ കാണുന്ന അവനോടുള്ള വെറുപ്പിന്റെ ആഴമളക്കാൻ എന്നോട് അവരോട് ചോദിച്ചു. എനിക്ക് അവനോടുള്ള വെറുപ്പിന്റെ വിദ്വേഷത്തിന്റെ ആഴളക്കാൻ നീ ശ്രമിക്കേണ്ടതില്ല. അതിന് നീ ശ്രമിച്ചാൽ പരാജയപ്പെട്ടു പോവുകയുള്ളൂ. ഒന്നു മാത്രം നീ മനസ്സിലാക്കിക്കോ. നാൽപ്പാട്ടിലക്കാരുടെ ചതിയിൽപ്പെട്ട് തൊലഞ്ഞുപോയ ആദ്യ ജീവിതം അതൊരിക്കലും നിന്റേതാവില്ല. അവരവിടെ ഒലിച്ചിറങ്ങുന്ന കണ്ണുനീർത്തുള്ളികളെ നോക്കി പുച്ഛത്തോടെ പറയുമ്പോൾ അവരുടെ ഉള്ളിൽ നിറയെ താൻ കുടിച്ചിറക്കിയ കഴിഞ്ഞ കാലത്തിന്റെ കയ്പ് നീരായിരുന്നു. ആ ഒരിക്കൽ കൂടി തികട്ടി വരുന്ന അറിഞ്ഞതും അവരവളിൽ മിഴികൾ വെട്ടിച്ച് മാറ്റി. അവൾ അവരെ ഒന്നും മനസ്സിലാവാതെ നോക്കിന്നല്ലാതെ ഒന്നും പറഞ്ഞില്ല. തമ്പുരാൻ കുഞ്ഞിന് എന്നോട് ഒന്നുമില്ല. എനിക്ക് വേദനിച്ച ആ വേദന അവിടേക്ക് പകരാൻ മാത്രം നീലിമേന്ദ്രന് ആരുമല്ല. ഇനിയോട്ട് ആവാനും പോണില്ല. അവൾ അവരെ നോക്കി അടുപ്പിച്ച് പറഞ്ഞു. അത് നിന്റെ വെറും തെറ്റായ ധാരണയാ. നാൽപ്പാട് ജീതേന്ദ്രൻ ഇല്ലേക്കല നീലിമ ആരും അല്ലായിരുന്നെങ്കിൽ നിന്നെ ഒരിക്കലും അവൻ ഇവിടേക്ക് കൂട്ടില്ലായിരുന്നു.
ആ ചത്തുപോയവളോട് പോലും കാണിക്കാത്ത അധികാരഭാവം അവൻ ഒരിക്കലും നിന്നോട് കാണിക്കില്ലായിരുന്നു. പറയുകയാണെങ്കിൽ അവൾ അവന്റെ ഭാര്യയായിരുന്നു. എന്നിട്ട് കൂടി ഒരിക്കൽ പോലും അവൾ ആ മുറിയിലേക്ക് കാലെടുത്ത് വെച്ച് ഞാൻ കണ്ടിട്ടില്ല, അനുവദിച്ചിട്ടില്ല അവൻ. അവൾക്ക് പ്രവേശനം നിഷിദ്ധമായ അവന്റെ ഇന്ദ്രലോകം നിനക്കായിട്ട് അവൻ തുറന്നു തന്നിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും നിന്നെ അവിടുത്തെ ദാസിയായി വാഴിക്കാനെന്ന് മനസ്സിലാക്കാതിരിക്കാൻ മാത്രം പൊട്ടിയല്ല ഞാൻ. അവരവളെ നോക്കി പുച്ഛത്തിൽ പറഞ്ഞു. നീലി കൂടുതൽ തളർന്നു. ഇനി എന്തു പറഞ്ഞാലാണ് ഇവർക്കൊക്കെ കാര്യം മനസ്സിലാവുന്നതെന്നറിയാതെ അവൾ കുഴഞ്ഞു. ഒരിക്കൽ പോലും അവർ പറയുന്നതിലെ പൊരുൾ തേടി അവളുടെ മനസ്സ് പോയില്ലെന്നാണ് സത്യം. അവളെ സംബന്ധിച്ചിടത്തോളം ഇതെല്ലാം അവരുടെ ചിത്തഭ്രമം ബാധിച്ച മനസ്സിന്റെ വൈകല്യമായി മാത്രം കണക്കാക്കപ്പെടുന്നവയായിരുന്നു. അവൾക്ക് ഒരിക്കലും യാഥാർത്ഥ്യ ജീവിതത്തിൽ സ്ഥാനമില്ലെന്ന് തന്നെ അവൾ വിശ്വസിച്ചു. അവ പോകുന്നവരെ ഇതിനകത്ത് അടങ്ങി ഒതുങ്ങി കിടന്നോളണം. ഇല്ലാച്ചാതെ ആ കിടക്കുന്നതിനെ ഇല്ലാതാക്കാൻ എന്ത് വേണമെന്ന് എനിക്കറിയാം. എന്നെ കൊണ്ട് നീ അത് ചെയ്യിപ്പിക്കരുത്. ആ ഒരാളെ നോക്കി പറഞ്ഞുകൊണ്ട് വാതിൽ പുറത്തുനിന്ന് താക്കോൽ വെച്ച് പൂട്ടി. ഇപ്പൊ പുറമേ നിന്ന് ആ വാതിലിൽ നേർക്ക് നോക്കിയാൽ അകത്തുനിന്ന് പൂട്ടിയ പോലെ തോന്നും. ഇനിയൊന്നും ചെയ്യാനില്ലാത്ത പോലെ അവൾ ഉറങ്ങിക്കിടന്ന കുഞ്ഞിനരിയിലേക്ക് വന്ന് കിടന്നു. ഇനിയുള്ളതെല്ലാം അനുഭവിച്ച് തീർക്കാതെ വേറെ വഴിയില്ലെന്ന് അവൾ തിരിച്ചറിഞ്ഞു തുടങ്ങി. ഒഴുക്കിനൊപ്പം തുഴയാൻ തന്നെ അവൾ തീരുമാനിച്ചു. ഇടയിൽ വെച്ച് തോണി മറിഞ്ഞാൽ ആ ഒഴുക്കിൽപ്പെട്ട് മരിക്കുന്നവളെ സ്വപ്നം കണ്ടുകൊണ്ട് അവൾ തന്നെ മിഴിനീര് പറ്റിയ കണ്ണുകൾ അടച്ചുകൊണ്ട് വീണ്ടും നിദ്രയെ കാത്തി കിടന്നു. ഞാൻ അങ്ങോട്ട് ഇറങ്ങാം. അവിടെ കാര്യങ്ങളൊക്കെ എന്തായി? ഫോണിലൂടെ ആരോട് സംസാരിച്ചുകൊണ്ട് അവൻ താഴേക്ക് പടികൾ ഇറങ്ങി. ഞാൻ വരുന്നവരെ കാര്യങ്ങൾക്കൊന്നും ഒരു കുറവുണ്ടാവരുത്. ഇതിപ്പോ എത്രാം തവണ ഇങ്ങനെയൊന്ന്? അവൻ ഫോണിലൂടെ സംസാരിച്ചുകൊണ്ട് തന്നെ നീലിയുടെ മുറിയിലേക്ക് നോക്കി. ആ മുറിവാതിൽ ഇപ്പോഴും അടഞ്ഞിടയ്ക്കാണെന്ന് കണ്ടതും അവൻ ഫോണിൽ സംസാരിച്ചുകൊണ്ട് തന്നെ അങ്ങോട്ട് നടന്നു. പിന്നെ എന്തിനാണ് ആ പുല്ലേ നിന്നൊക്കെ അവിടെ കാവൽ നിർത്തിയിരിക്കുന്നത്? ആ വാതിൽ മുമ്പിൽ നിന്ന് അവൻ ഉച്ചത്തിൽ സംസാരിച്ചു. അതോടൊപ്പം തന്നെ ആ വാതിൽ കൊട്ടുകയും ചെയ്തു. എന്നാൽ മുറിക്കുള്ളിരുന്നവരുടെ മനം അവനരിയിലേക്ക് പോവാനും പോവാതിരിക്കാനും ഒരുപോലെ വാശി പിടിച്ചു. അങ്ങനെ ഇപ്പൊ എന്നെ ഉണ്ടാക്കണാക്കിയിട്ട് ഒരുത്തനവിടെ സമാധാനത്തോടെ കഴിയണ്ട. മുറിക്ക് പുറത്തുനിന്ന് അവന്റെ ഗർജനം വീണ്ടും കാതുകളെ തേടിയെത്തിയതും അവൾ ഇറുക്കിയടച്ച കണ്ണുകൾ വലിച്ചു തുറന്നു. എന്നെ കോമാളിയാക്കി നിർത്തിയിട്ട് കടന്നുകളെന്ന് കരുതിയോ? ആ പോൻ, ഞാൻ വരുന്നുണ്ടെന്ന് പറയാൻ നായോട് എന്റെ മണ്ണി തന്നെ അവനെ പൊന്നു വിളയിക്കണം. അവൻ ദേഷ്യം വിട്ടുമാറാ പല്ലടിച്ച് പറഞ്ഞുകൊണ്ട് അടഞ്ഞിടന്ന വാതിൽ ആഞ്ഞു നെടിച്ചു. ആ വാക്കുകളാൻ പറഞ്ഞ് ഫോണിലുള്ളവനോടാണെങ്കിലും വന്നു പതിച്ചത് അവൾക്ക് നേരെയാണ്. അവൾക്കെന്തോ ആ വാക്കുകൾ അത്ര അവൻ തന്നോടാണ് പറയുന്നതെന്ന് തോന്നിപ്പോയി. ആ തോന്നലിൽ അവൾ അറിയാത്തതിന് ഉമിനീരിറക്കി. ഇവളെന്താ ഇതിനകത്ത് തന്നെ ഭജനിരിക്കുന്നു? താൻ ഇത്രയും ഇതിനു മുമ്പിൽ നിന്ന് ആക്രോശിച്ചിട്ടും തട്ടിയിട്ടും വാതിൽ തുറക്കാത്ത കണ്ടു അവൻ പല്ലടിച്ചുകൊണ്ട് പിറുപിറുത്തു. നീ നീലി! അവന്റെ ആ വിളി കാതിലേക്ക് എത്തിയതും അവളൊന്ന് കിടുങ്ങി വരച്ചു. എന്ത് ചെയ്യണമെന്നറിയാതെ കൈവിരലുകൾ തമ്മിൽ കോർത്തിണങ്ങിക്കൊണ്ട് അവളവിടെ നിന്നു. അവൻ ആ വാതിൽ വീണ്ടും കൊട്ടി വിളിച്ചു. എന്താ, എന്തിനാ നീ ഇങ്ങനെ ഒച്ച വെക്കുന്ന ഇന്ദ്ര? ചോദിച്ചുകൊണ്ട് സൗദാമിനി അവനടുത്തേക്ക് വന്നു. ഇവളെ എന്താ വാതിൽ തുറക്കാത്ത? സമയത്തായിട്ട് ഈ കഥ ഇങ്ങനെ അടച്ചിട്ട് അവൾ ഇതിനകത്ത് എന്ത് ചെയ്യാ? അവൻ അവരോട് പറഞ്ഞുകൊണ്ട് വീണ്ടും വാതിൽ തട്ടി വിളിച്ചു. ഞാൻ നിന്നോട് പറഞ്ഞ നീ മറന്നോ? അവൾക്ക് പറ്റൂല. ഞാൻ അവളോട് ഇതിനകത്ത് തന്നെ ഇരിക്കാൻ പറഞ്ഞേ. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? ഒരു കുഞ്ഞുള്ളതല്ലേ, കുളിന്നാനൊന്നുമില്ലേ അവൾക്ക്? ഇന്ദ്രൻ അവർ ഈർഷ്യയോട് നോക്കി ചോദിച്ചു. അതിന് അവൾ നേരത്തെ കുളിച്ചല്ലോ. പിന്നെ കഴിക്കാനും കുടിക്കാനുള്ളതെല്ലാം ഞാൻ സമയത്തിന് എത്തിച്ചു കൊടുത്തോണ്ട് നീ ഇങ്ങോട്ട് വന്നേ. ഈ സമയത്ത് അതിനോട് മിണ്ടാൻ പറ്റില്ല. ആരും അവനെ കൈ പിടിച്ച് വലിച്ചുകൊണ്ട് പറഞ്ഞു. എന്തെങ്കിലും ചോദിച്ചാൽ മിണ്ടിക്കൂടാന്നില്ലല്ലോ. അവൻ അവരുടെ കൈ വേർപ്പെടുത്തിക്കൊണ്ട് വീണ്ടും വാതിൽ തട്ടി വിളിച്ചു. ഡീ! എന്തോ? അവന്റെ ആ ഗർജനത്തിൽ അവൾ അറിയാതെ ഉത്തരം പറഞ്ഞു പോയി. നിന്റെ വായിൽ എന്തായിരുന്നടി പുല്ലേ? എത്ര നേരം കൊണ്ട് മനുഷ്യൻ തൊണ്ട കയറുന്ന? അപ്പുറത്ത് കേട്ട് അവളുടെ ശബ്ദത്തിൽ ആശ്വാസം കണ്ടെത്തിക്കൊണ്ട് അവൻ അവളോട് പറഞ്ഞു. ഞാനത്... അവൾ എന്ത് മറുപടി പറയുന്നറിയാതെ ഉളറി. അവൾക്ക് സങ്കടം കൊണ്ട് നെഞ്ചു നേറി. ഒരക്ഷരം പോലും അവനോട് മിണ്ടാൻ കഴിയാത്ത വിധം തൊണ്ട കനത്തു. നിന്ന് വിക്കി കളിക്കാതെ വന്ന് വാതിൽ തുറക്കടി കോപ്പേ! അവൻ വാതിൽ ശക്തിയായിട്ടൊന്ന് അടിച്ചുകൊണ്ട് പറഞ്ഞു. ഇന്ദ്ര, നിന്നോടല്ലേ പറഞ്ഞ് ഈ സമയത്ത് അവൾക്കടുത്തേക്ക് പോകാൻ പറ്റില്ല എന്ന്? സൗദാമിനി അവന്റെ പറച്ചിൽ കേട്ടുള്ള എപ്പോഴാൾ ഉള്ളിൽ മറിച്ചുകൊണ്ട് അവനോട് പറഞ്ഞു. ഒന്ന് കണ്ട് സംസാരിച്ച് ചിലപ്പോൾ എന്താ, അടുത്തേക്ക് പോയിരുന്ന പോരെ? അവൻ അവരോട് അലസമായി പറഞ്ഞുകൊണ്ട് വീണ്ടും വാതിൽ കൊട്ടാൻ തുനിഞ്ഞതും അവന്റെ ഫോൺ ബില്ലടിച്ചു. അവൻ ഫോൺ എടുത്ത് ചെവിയിലേക്ക് വെച്ചതും അപ്പുറത്ത് കേൾക്കുന്ന കാര്യങ്ങൾ അവന്റെ ദേഷ്യം ഉച്ചസ്ഥായിയിൽ എത്തിക്കാൻ പോകുന്നവയായിരുന്നു. നീയൊക്കെ എന്ത് പിണ്ണാക്കി ചെയ്തുകൊണ്ടിരിക്കുന്ന തെണ്ടികളെ! അവനിക്ക! അവൻ വായിൽ വന്ന തെറി പകുതി നിർത്തിക്കൊണ്ട് പല്ലിയടിച്ചു. ഞാൻ വരുന്നവരവനൊന്നും നിലം തുടരുത്. ഞാനിതാ അങ്ങോട്ട് ഇറങ്ങാം, ബാക്കി വന്നിട്ട്. അവൻ പറഞ്ഞുകൊണ്ട് ഫോൺ ദേഷ്യത്തിൽ വെച്ചു. നീ പോത്തേ! അവൻ വാതിൽ കൂട്ടിക്കൊണ്ട് വിളിച്ചു. എന്തോ? ആൾ വിക്കിക്കൊണ്ട് വിളിയേട്ടു. ഞാനൊന്ന് അട്ടപ്പാടി വരെ പോവാ, നാളെ രാത്രിയോടെ മടങ്ങും. നിനക്കെന്തെങ്കിലും വേണോ? അവൻ സൗദാമിനി ഒന്ന് പാളി നോക്കിക്കൊണ്ട് അലസമായവളോട് ചോദിച്ചു. അവരതിനൊന്ന് ചുണ്ടുകൂട്ടി. അപ്പുറത്ത് നിന്നവൾക്ക് ഒന്നും പറയാൻ കഴിയുന്നില്ലായിരുന്നു. അവൾ വാപ്പുത്തി കരഞ്ഞുപോയി. എന്തെങ്കിലും ഉണ്ടെങ്കിൽ വാ തുറന്ന് പറയടി പുല്ലേ! അവന്റെ ശബ്ദം അവൾക്ക് നേരെ വീണ്ടും കടുത്തു. ഒന്നുമില്ല. അവൾ കരച്ചിലടക്കിക്കൊണ്ട് ഒരു വിധത്തിൽ പറഞ്ഞു. ആ ശരി, ഞാൻ ഇറങ്ങാം, പെട്ടെന്ന് വരാം ഞാൻ, നീ പേടിക്കണ്ട എടോടി. അവസാന വരി പറയുമ്പോൾ എന്തിനോ അവന്റെ ശബ്ദം ഒന്ന് ആർദ്രമായി. അവൾ ആ വാതിലിന് കീഴിലേക്ക് നിറഞ്ഞൊഴുകുന്ന കണ്ണുനീരോടെ ഊർന്നിരുന്നു പോയി. ഡീ, എന്തായാലും ഇറങ്ങാം.
അവൻ പറഞ്ഞു. അവൾ തലയിൽ കൈ താങ്ങിക്കൊണ്ട് വിങ്ങി വിങ്ങി കരഞ്ഞു. തനിക്കുള്ള വാതിൽ താനായി തന്നെ കൊട്ടിയടച്ചിരിക്കുന്നു. ഞാനിവിടെ ഇല്ലെന്ന് കരുതി അവൾക്കും കുഞ്ഞിന് നേരെ കുതിരേറാൻ ചെല്ലണ്ട. അവരോട് ചെയ്യുന്നതിന് ഇരട്ടി തിരി നൽകാൻ ഇന്ദ്രനൊരു മടിയുമില്ല. അതിപ്പോ അച്ഛനാണെങ്കിലും അച്ഛമ്മയാണെങ്കിലും. ഞാൻ തിരികെ വരുമ്പോ അശുഭകരമായ ഒന്നും എന്നെ തേടി വരരുത്. വന്നാ അവൻ അവർക്ക് നേരെ വിരൽ ചൂണ്ടി താക്കിയതോടെ പറഞ്ഞു നിർത്തി. വന്നാ പിന്നെ ഇതെന്റെ തറവാടാണെന്നും ഇവിടെയുള്ളവർ എനിക്ക് സ്വന്തമാണെന്നുള്ള കാര്യം ഇന്ദ്രൻ അങ്ങ് മറക്കും, നാശിപ്പിക്കും ഞാനല്ലാതും. അവൻ അവരെ നോക്കി ഗൗരവത്തോടെ പറഞ്ഞുകൊണ്ട് പോകുമ്പോൾ ആ വാക്കുകൾ സൗദാമിനിൽ തീർത്ത് അവനോടുള്ള ഭയമാണെങ്കിൽ അവന്റെ ഓരോ വാക്കുകളും കാതോർത്തുകൊണ്ട് ആ മുറിക്കാത്തിരുന്നവളിൽ അതൊരു പുഞ്ചിരി വിരിയിച്ചു. നോവിനാൽ കുതിർന്ന മനോഹരമായ പുഞ്ചിരി. ഞങ്ങളെത്താൻ വയ്യോ ചോദിച്ചുകൊണ്ട് രാഘവൻ തന്റെ അനന്തരവനോടൊപ്പം ധൃതിയിൽ കാറിൽ നിന്നിറങ്ങി. ഏയ് മുഹൂർത്താവാൻ ഇനി സമയമുണ്ട്. അനന്തൻ അയാളെ നോക്കി ചിരിയോടെ പറഞ്ഞുകൊണ്ട് അവരകത്തേക്ക് ക്ഷണിച്ചു. കല്യാണം ക്ഷേത്രത്തിൽ വെച്ച് നടത്തണം എന്നായിരുന്നു എന്റെ മനസ്സിൽ. പിന്നെ നിങ്ങളിങ്ങനെ ഒരു ആവശ്യം പറഞ്ഞാ പിന്നെ ഞാനെങ്ങനെയാ അത് വേണ്ടാന്ന് വെക്കുക. അതുകൊണ്ടാ പിന്നെ ഞാൻ ആ കാര്യം പറഞ്ഞ് നിർബന്ധം പിടിക്കാഞ്ഞേ. ഇവനെ പിന്നെ എവിടെ വെച്ച് നടത്തിയാലൊന്നുമില്ല, പെണ്ണിനെ കിട്ടിയാൽ മതി എന്ന വട്ടാ. അല്ലേടാ വരുമോനെ. അയാൾ തന്റെ അടുത്തുള്ള അനന്തരവൻ തോളുകൊണ്ട് തട്ടിക്കൊണ്ട് അകത്തെ സോഫയിലേക്ക് ഇരുന്നു. ഹൈ, അല്ല ഇതെന്തൊരു കല്യാണമായിട്ട് അതിന്റെ ഒരുക്കങ്ങളൊന്നും ഇവിടെ കാണുന്നില്ലല്ലോ, എന്താ അങ്ങനെ? അയാൾ കണ്ണു ചുരുക്കി തനിക്ക് തൊട്ടുമുമ്പിലിരിക്കുന്ന അനന്തരൻ നോക്കി ചോദിച്ചു. നിക്ക് ഈ അലങ്കാരത്തിലും ആർഭാടത്തിലൊന്നും അത്ര ഇഷ്ടമുള്ള കൂട്ടത്തിലല്ല, അതുകൊണ്ടാ ഒരുക്കങ്ങളൊന്നും വേണ്ടാന്ന് ഞാൻ ഇവനോട് പറഞ്ഞു. അങ്ങോട്ട് വന്നോട് ശിവശങ്കരൻ തമ്പി അവർക്ക് മുമ്പുള്ള തന്റെ സിംഹാസനത്തിൽ ഇരിപ്പുറപ്പിച്ചുകൊണ്ട് പറഞ്ഞു. അതെയോ, നീക്കോ അതെ, പക്ഷേ സ്ത്രീധനത്തിന്റെ കാര്യത്തില് നീക്ക് ആ അഭിപ്രായം ഇല്ലാട്ടോ. അയാൾ ശിവശങ്കരൻ നോക്കി ഒരു കുറുക്കന്റെ എല്ലാ കൗശലം ഒളിപ്പിച്ച് വെളുക്കനെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ശിവശങ്കരൻ തമ്പിയുടെ ചുണ്ടുകളൊന്ന് പുച്ഛത്തിൽ കൂടി. അതിന്റെ കാര്യത്തില് ആദ്യം പറഞ്ഞൊരു മാറ്റമില്ല. 35 പവനും 5 ലക്ഷം രൂപയും തരാന്ന് ആദ്യം വാക്ക് പറഞ്ഞോണ്ടാ ഞാൻ ഈ കല്യാണത്തിന് കൂട്ടുന്നത്. അതുകൊണ്ട് സ്ത്രീധനത്തിന്റെ കാര്യത്തിൽ ഒരു പിഴവും സംഭവിച്ചുകൂടാന്ന് എനിക്ക് നിർബന്ധമുണ്ടോ, കൂട്ടിക്കോ. രാഘവൻ അവർ നോക്കി ഇളിയോടെ പറഞ്ഞുകൊണ്ട് സൗദാമിനി കൊണ്ടുവച്ച ചായ എടുത്തൊന്ന് മുത്തി കുടിച്ചു. അല്ല തിരുമേനി രജിസ്ട്രാർ ഒന്നും വന്നില്ലാലോ. അയാളെന്തോ ഓർത്തെന്നോണം ചായ ഗ്ലാസ് തിരികെ ടീപ്പോയിലേക്ക് വെച്ച് ഉണ്ടടച്ചുകൊണ്ട് ചോദിച്ചു. അവരെ കൊണ്ടുവരാള് പോയിട്ടുണ്ട്. ഓ ആ, അത് നന്നായി. കാര്യങ്ങൾ എത്രയും വേഗം നടന്നിട്ടാ അത്രയും പെട്ടെന്ന് വീട് പിടിക്കാലോ. വഴി ഒരുപാടുണ്ട് അങ്ങോട്ടേക്ക്. അയാൾ പറഞ്ഞുകൊണ്ട് അവിടെ ഇരുന്നൊരു അച്ചപ്പെടുത്ത് കടിച്ചു. ശിവശങ്കരൻ അതിനൊന്ന് ചിരിച്ചു. ഇതേ സമയം മുറിക്കകത്ത് നന്ദയെ ഉടുപ്പിച്ച സ്വർണ്ണ കസവിന്റെ സെറ്റും മുണ്ടും ധരിച്ചു നിൽക്കുന്നവരുടെ കണ്ണുകൾക്ക് ജീവൻ നഷ്ടപ്പെട്ടിരുന്നു. ആ കണ്ണുകൾ മുന്നിലെ വലിയ കണ്ണാടിയിലേക്ക് നീണ്ടതും അവളിൽ കൂടുതൽ നിസ്സംഗത നിറഞ്ഞു. ഇന്നാണ് അവളുടെ വിവാഹം. ഒരു ദിവസം പോലും സ്വപ്നം കണ്ടിട്ടില്ലാത്ത, അതുമല്ല ഒരിക്കലും നടക്കരുതായിരുന്നു എന്ന് ആര് കണ്ടാലും പറയുന്ന ബന്ധം. അവളുടെ ഉള്ളിലൊടുങ്ങിയ ആത്മാവ് ആക്ഷേപിച്ചു. ഇത് വേണ്ട, ഞാൻ തയ്യാറല്ല, ഇതല്ല എന്റെ ജീവിതം. ഒരു നിലവിളിയായി മാറാതെ ആ ആക്രോശം അവളുടെ ഉള്ളിൽ മാത്രം മുഴങ്ങിക്കൊണ്ടിരുന്നു. എത്ര ഉച്ചത്തിൽ വിളിച്ചാർത്താലും അവളെ ചുറ്റിയ ലോകം അതിന് ആഘോഷഗീതങ്ങളാൽ മുക്കി മറയ്ക്കും. കണ്ണാടിക്ക് മുമ്പിൽ നിന്ന് ശാന്തമായി അവളെ നോക്കി നിന്നപ്പോൾ അവൾക്ക് തോന്നി അതും തനിക്കൊപ്പം കണ്ണീരിൽ കുളിച്ചൊരുങ്ങുകയാണ്. ഉള്ളിൽ നിലവിളിച്ച് പുറത്തേക്ക് മൗനമായി തീർന്ന ഒരു വേദനയായിരുന്നു അവളുടെ സത്യമായ അവസ്ഥ. അതൊരു വിവാഹദിനമല്ല, മറിച്ച് മാമി പറഞ്ഞ പോലെ തന്നെ ജീവനോടെ ചിതറിട്ട് ചുട്ടിരിക്കുന്ന ദിവസം. അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങളാണ് ഇവയെ ഓരോന്നും. അവൾ കണ്ണാടിൽ കാണുന്ന തന്നിലെ ഒരുക്കങ്ങളിലൂടെ കണ്ണോടിച്ചുകൊണ്ട് പുച്ഛത്തോടെ ഓർത്തു. ഇന്നിവിടുന്ന് പടിയിറങ്ങുന്നതോടെ എല്ലാത്തിനും ഒരു അവസാനം കാണും. അവൾ മനസ്സിൽ ഉറപ്പിച്ചു. മതി, ഇതിന് മാത്രം അനുഭവിച്ചു കൂട്ടാൻ വേണ്ടി താനൊരു തെറ്റിന്നോളം ചെയ്തിട്ടില്ല. ജനിച്ച അന്ന് മുതൽ ഓരോന്നായി നഷ്ടപ്പെട്ടിട്ടേ ഉള്ളൂ. ആദ്യം അമ്മ, പിന്നെ താങ്ങും തണലായി നിന്ന അച്ഛൻ. അങ്ങനെ ഓരോരുത്തരെയും തന്റെ ജീവിതത്തിൽ നിന്ന് പടിയിറങ്ങിപ്പോയപ്പോഴും തളർന്നു പോകാതെ പിടിച്ചിരുന്ന് ദൈവം തന്ന ജീവിതം അവസാനിപ്പിക്കാൻ അവകാശമില്ലാന്ന് തോന്നിയുകൊണ്ട് മാത്രം. പക്ഷേ ഇന്ന് ആ ജീവിതം കൂടി കൈവിട്ടു പോകുന്നതോടെ എല്ലാ വേദനകളിൽ നിന്നും മുക്തി നേടാനെന്നോണം നീലിമ അവസാനമായി ഒരിക്കൽ കൂടി വേദന ഏറ്റുവാങ്ങും. അവൾ മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് നോക്കിയതും കിടക്കയിൽ ഇതൊന്നും അറിയാതിരുന്ന് കളിക്കുന്ന കുഞ്ഞിന്റെ നേർക്കാണ്. കയ്യിൽ കിലുക്കവും പിടിച്ച് കിലുക്കിക്കൊണ്ട് തന്നെ നോക്കിച്ചിരിക്കുന്ന ആ കുഞ്ഞുമുഖത്തേക്ക് നോക്കുന്തോറും അവളുടെ നെഞ്ച് കനത്തു, കണ്ടമിടറി. എന്നോട് ക്ഷമിക്കണേ കുഞ്ഞി, എനിക്ക് വേറെ വഴിയില്ലായിട്ടാ. അവൾ ആ കുഞ്ഞുമുഖത്തുനിന്ന് കണ്ണുകൾ മാറ്റാതെ അവളോട് മൗനാനുവാദം തേടി. അടുത്ത നിമിഷം ആ കുഞ്ഞിക്കൈകൾ അവൾക്ക് നേരെ ഉയർന്നു. അവളുടെ കണ്ണുകൾ കാഴ്ച മറച്ചുകൊണ്ട് കണ്ണുനീർ പടരുന്നതിനനുസരിച്ച് ആ ചുണ്ടുകൾ ഭംഗിയിൽ വിടർന്നു. ഒരു നിമിഷം പോലും മടിക്കാതെ അവൾ ആ കുഞ്ഞി ശരീരം തന്റെ കൈകളാൽ കോരിയെടുത്ത് ഹൃദയത്തോട് ചേർത്ത് ഉറക്കെ പൊട്ടിക്കരഞ്ഞുപോയി. ആ കുഞ്ഞിമേനി അവളുടെ ഹൃദയത്തോട് പറ്റിപ്പിടിച്ചിരിക്കുമ്പോൾ ഹൃദയം ഒരേ സമയം വേദനിക്കുകയും സന്തോഷിക്കുകയും ചെയ്യുന്നുണ്ട്. എന്താടി കള്ളപ്പാറ്, നീ എന്തീ നോക്കണേ? തന്റെ മുഖത്തെയും ദേഹത്തെയും ചമയങ്ങളിലേക്ക് ഉണ്ടക്കണ്ണ് വിടർത്തി നോക്കുന്ന കുഞ്ഞിപ്പെണ്ണിന്റെ കവിളിൽ അമർത്തി ചുംബിച്ച് അവൾ കരങ്ങി മറിഞ്ഞ കണ്ണുകളോടെ മനോഹരമായി ചിരിച്ചുകൊണ്ട് ചോദിച്ചു. അപ്പോഴേക്കും ആ കുഞ്ഞി കൈകൾ അവളുടെ കഴുത്തിലേക്കും മാലയിലേക്കും കാതിലെ കമ്മിലേക്കും നീണ്ടിരുന്നു. നീലി അവളെ എത്ര ചേർത്തണച്ചിട്ടും മുത്തിയിട്ടും മതിയാവാതെ അവളെ പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് കട്ടിലേക്ക് ചാരിയിരുന്നു. പറ്റില്ല, ഇവിടെയുള്ള കഴുകന്മാർക്ക് എറിഞ്ഞു കൊടുത്തിട്ട് പോകാൻ തന്നെ കൊണ്ട് പറ്റില്ല.
അവളുടെ മനസ്സ് അലറി കരഞ്ഞുകൊണ്ടിരുന്നു. ചോദിക്കുന്നുണ്ടോന്നും തോന്നരുത് കേട്ടോ, പെൺകുട്ടിക്ക് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഇല്ലാലോ അല്ലേ? രാഘവൻ ശിവശങ്കരനെ നോക്കി അടക്കം ചോദിച്ചു. അതെന്താ ഇപ്പൊ അങ്ങനെ തോന്നാൻ? പെട്ടെന്നുള്ള അയാളുടെ ചോദ്യം കേട്ടതും നെറ്റി വിളിച്ചുകൊണ്ട് അയാൾ ചോദിച്ചു. അല്ല, ഈ കെടുതു പ്രായത്തിൽ അതിനെ വരെ പോലെ ഒരുത്തന്നെ കൊടുക്കണമെങ്കിൽ കാര്യമായിട്ട് എന്തെങ്കിലും കാണണല്ലോ. ഇനിയിപ്പോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൂടി തീർന്ന സ്ത്രീധനത്തില് അതങ്ങ് മുങ്ങിപ്പോയിക്കോളും. രാഘവനൊന്ന് വക്രീച്ചിരിച്ചുകൊണ്ട് അയാളോടായി പറഞ്ഞു. ഒറ്റ നോട്ടത്തിൽ കണ്ടിട്ട് എന്തെങ്കിലും പ്രശ്നമുള്ളതായിട്ട് തോന്നിയ രാഘവന് ശിവശങ്കരൻ അയാളെ നോക്കി ഗൗരവത്തിൽ തിരക്കി. ഇല്ല, അയാൾ അതിന് പെട്ടെന്ന് തന്നെ മറുപടി പറഞ്ഞു. ആ, ഇനിയിപ്പോ ഒറ്റ നോട്ടത്തിൽ നോക്കിയിട്ട് കാണാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ കെട്ടുകഴിഞ്ഞൊന്ന് ഇരുത്തി നോക്കിക്കോ. അപ്പൊ അറിയാലോ എന്തെങ്കിലും പ്രശ്നമുള്ള കൂട്ടത്തിലാണോ എന്ന്. അയാൾ പറഞ്ഞതിന്റെ അർത്ഥം ഗ്രഹിച്ചു. രാഘവനുള്ളിലെ സന്തോഷം എത്ര ശ്രമിച്ചിട്ടും അയാളുടെ മുഖത്ത് പ്രതിഫലിച്ചു പോയി. മതി, അങ്ങനെ മതി. അയാൾ അതിനെ അനുകൂലിച്ചെന്നോണം വേഗം പറഞ്ഞു. അയാൾ അതും പറഞ്ഞ് നാവ് വായിലേക്ക് ഇട്ടതും രജിസ്ട്രാറിനെയും തിരുമേനെയും കൊണ്ട് കേശവൻ നായർ അവിടേക്ക് ധൃതിയിൽ വന്നത് ഒരുപോലെയാണ്. ആ, ഇനിയിപ്പോ എന്തു നോക്കാനാ, ചടങ്ങ് തുടങ്ങിയാലോ. തിരുമേനിയും വന്നു, രജിസ്ട്രാറും വന്നു. രാഘവനെ ഇരുന്നിടത്ത് എഴുന്നേറ്റുകൊണ്ട് പറഞ്ഞു. ശിവശങ്കരൻ ഒന്ന് സൗദാമിനിയെ നോക്കി. അവരാ നോട്ടത്തിന്റെ അർത്ഥം മനസ്സിലായ പോലെ നീലിയുടെ മുറിയിലേക്ക് നടന്നതും ആ മുറ്റത്തേക്ക് അവന്റെ കറുത്ത നിറത്തിലുള്ള പച്ചേറോ കാർ കാറ്റുപോലെ വന്നിരുന്ന ഒരുപോലെയാണ്. വണ്ടിയിൽ നിന്നിറങ്ങിയവന്റെ നോട്ടം ആദ്യം പോയത് മുറ്റത്ത് കിടക്കുന്ന വെള്ള ടാക്സി കാറിലേക്കാണ്. അതിനു മുന്നിൽ തന്നെ ഡ്രൈവർ ചുറ്റിനും നിരീക്ഷിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. അയാളെ നോക്കിക്കൊണ്ട് അകത്തേക്ക് നടക്കാൻ തുടങ്ങിയവന്റെ ശ്രദ്ധ തിരിച്ചുകൊണ്ട് പോക്കറ്റിൽ കിടന്ന ഫോൺ ശബ്ദിച്ചിരുന്നു. അവൻ ഫോൺ എടുത്ത് ചെവിയിലേക്ക് വെച്ച് അകത്തേക്കുള്ള പടികൾ ഓരോന്നായി കയറി. നിർത്താതെ ബെല്ലടിച്ചുകൊണ്ടിരുന്ന ഫോണിന്റെ ശബ്ദം എല്ലാവർക്കും അരോചകമായി തോന്നിയതും ആനന്ദൻ ഫോൺ എടുത്ത് ചെവിയോട് ചേർത്തു. ഹലോ, എന്താ കേൾക്കുന്നില്ല? അയാൾ അപ്പുറത്തൊന്നും വ്യക്തമാതെ വന്ന് ചോദിച്ചുകൊണ്ട് നേരെ നോക്കിയത് ദേഷ്യത്തിൽ ഫോണിൽ സംസാരിച്ചു വരുന്നവന് നേർക്കാണ്. അവനെ ആ സമയത്ത് അവിടെ കണ്ടതും അയാൾ നന്നായി തന്നെ ഞെട്ടി. ഞങ്ങൾ പിടിച്ചെടുത്ത് ഒരുപാട് ശ്രമിച്ചു സാറേ, പക്ഷെ ചെറിയമ്പുര അമ്പിനും വില്ലിന് അടുത്തില്ലാന്ന്. മാത്രമല്ല പാതിരാത്രി തന്നെ ഇവിടെ തിരിച്ചു. ഇതൊന്നും പറയാൻ വിളിക്കാൻ തുടങ്ങിയിട്ട് നേരം കുറയായി, കോള് പോകുന്നില്ലായിരുന്നു. ഗുഹയിൽ എന്ന പോലെ ആ വാക്കുകളെ അയാളുടെ ചെവിയിലേക്ക് പതിച്ചതും അയാൾ അറിയാതെയൊന്നും ഉമിനീരിറക്കിപ്പോയി. അങ്ങനെ ഇപ്പൊ എനിക്കിട്ട് പണഞ്ഞിട്ട് ഒരുത്തനും ഇവിടെ രാജാവാവണ്ടടോ. അവൻ അത്രയും ദേഷ്യത്തിൽ ഫോണിൽ ആരോട് ആക്രോശിച്ചുകൊണ്ട് തന്നെ മിഴിച്ചു നോക്കി നിൽക്കുന്ന അനന്തന് നേർക്ക് മിഴികൾ ഉയർത്തി പോലും നോക്കാതെ അയാളെ മറികടന്ന് അകത്തേക്ക് കയറി. അയാളെപ്പോഴും ഒരടി അവിടുന്ന് അനങ്ങാൻ കഴിയാതെ ശില പോലെ ഉറച്ചു നിന്നു. കുട്ടിയെ ഇങ്ങോട്ട് കണ്ടില്ലാലോ, കാണാൻ ഇങ്ങോട്ട് വരാൻ പറയാൻ അവനുള്ള ഒടുക്കത്തെ കാഴ്ച ഒരുക്കി വെച്ച് കാത്തിരിക്കുന്നുണ്ട് ഈ ഇന്ദ്രൻ. രാഘവന്റെ ശബ്ദത്തിന് മേളിൽ ഉയർന്ന ശബ്ദം കേൾക്കെ ശിവശങ്കരൻ ഉൾപ്പെടെ ഒന്ന് ഞെട്ടിക്കൊണ്ട് ആ ശബ്ദം കേട്ട ഭാഗത്തേക്ക് നോക്കിയതും ഫോണിൽ ആരോടോ സംസാരിച്ചുകൊണ്ട് വലിഞ്ഞു മുറിയ മുഖത്തോട് അകത്തേക്ക് വരുന്ന ഇന്ദ്രനെയാണ് കാണുന്നത്. കളിച്ച് കുടുംബത്തിൽ കയറി കാണിക്കുന്നോ ആ പരനാറി മോൻ? അവൻ ദേഷ്യത്തിൽ ഓരോന്ന് പറഞ്ഞുകൊണ്ട് അവിടെ അണിനിരുന്നവരാരെയും ശ്രദ്ധിക്കാതെ ആ ആളിന്റെ ഏറ്റവും അടുത്ത് കിടന്ന ചതുരപ്രൂഞ്ഞാലേക്ക് ഒരു രാജാവിനെ പോലെ ഇരുന്നു. ഇവിടെ ഈ തറവാട്ടിൽ അവന്റെ കാല് പതിഞ്ഞ അന്ന് അവന്റെ അവസാനമായിരിക്കും. അതിനൊരുക്കാണെങ്കിൽ വരാൻ പറയും. അന്നോട് ഇവിടെ തെക്കേ പറമ്പിൽ അവനുള്ള കുഴിയൊരുക്കി ഞാൻ കാത്തിരിക്കാം. അവന്റെ സംസാരം കേട്ടതും അവിടെ കാലുറപ്പിച്ച് നിൽക്കാൻ കഴിയാതെ രാഘവനായുടെ അനന്തരൊന്ന് പരിങ്ങി കളിച്ചു. ഈ ഇന്ദ്രന്റെ കണക്ക് പുസ്തകത്തിൽ ചതിക്ക് ശിക്ഷ ഒന്നേയുള്ളൂ, മരണം. അവന്റെ ഓരോ വാക്കുകളും ശിവശങ്കരനിൽ ഇടിത്തി പോലെയാണ് വന്നു വീണത്. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.